Hi all, this is Jasmine. Welcome to my channel. In this lecture, we are going to deal with the topic model selection and generalization. Model selection and generalization. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതെന്താണെന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡി ബൈനറി വാല്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ, എത്ര ബൈനറി വാല്യൂസ് സീറോസോ വൺസോ കണ്ടെയ്ൻ ചെയ്യുന്ന ഡി നമ്പർ ഓഫ് ബൈനറി വാല്യൂസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബൈനറി വാല്യൂസ് എത്ര കോമ്പിനേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം? 2d കോമ്പിനേഷൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 4 ബൈനറി നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എത്ര തരത്തിൽ ഈ കോമ്പിനേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ഈ ബൈനറി നമ്പേഴ്സ് വെച്ചിട്ട് എത്ര കോമ്പിനേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം? 2⁴, that is 16 കോമ്പിനേഷൻസ്. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, x1 x2. x1 x2ന് ഇതിന് എത്ര കോമ്പിനേഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 0 0 0 1 1 0 1 1 എന്ന് പറഞ്ഞ 4 കോമ്പിനേഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 4 പോയിൻറ്റ്സ് വാല്യൂസ് x1നും x2നും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ we will get 2⁴ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, അതായത് നമ്മൾക്ക് h1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരാം, ചൂസ് ചെയ്യാം. h2 എന്ന് പറയുന്നത്, h3 എന്ന് പറയുന്നത്, h4 എന്ന് പറയുന്നത് 3 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 16 ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ് നമുക്ക് ഫോം ചെയ്യേണ്ടി വരും എന്നാണ് അർത്ഥം. ഓക്കെ, ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതിൻ്റെ സ്ഥലത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ സമയം കൂട്ടത്തിൽ ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്യുന്ന കാര്യം പഠിപ്പിച്ച കൂട്ടത്തിൽ ഹൈപ്പോത്തിസിസ് സ്പേസിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ആ എക്സാമ്പിൾ. അതായത് കൺസിഡർ സിറ്റുവേഷൻ വിത്ത് 4 ബൈനറി വേരിയബിൾസ്. എത്ര ബൈനറി വേരിയബിൾസ് ഉണ്ട്? 4 ബൈനറി വേരിയബിൾസ്. ഇങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. x1 x2 x3 x4 എന്ന് പറയുന്ന 4 ബൈനറി വേരിയബിൾസ് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോക്കുക. അപ്പം ഈ ഔട്ട്പുട്ടിനകത്ത് ഒരു ബൈനറി ഔട്ട്പുട്ട് വേരിയബിൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ട്സ് x1നും x2നും x3നും x4നും ഇൻപുട്ട് കൊടുക്കുമ്പോൾ വൈയുടെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. ഇത് x1ന് 0 0 0 1 കൊടുത്തപ്പോൾ വൈക്ക് 1 കിട്ടി. ഇനി അടുത്ത് 0 1 0 1 കൊടുത്തപ്പോൾ വൈക്ക് 0 കിട്ടി. 1 1 0 0 എന്ന് കൊടുത്തപ്പോൾ 1 കിട്ടി. 0 0 1 0 എന്ന് കൊടുത്തപ്പോൾ 0 കിട്ടി. അപ്പം ഈ ഒരു എക്സാമ്പിൾ, അതെങ്കിൽ ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ്, നമുക്ക് കിട്ടിയ ഡേറ്റാ സെറ്റ് വെച്ചിട്ട് നമുക്ക് വൈയുടെ വാല്യൂ ഏതൊക്കെ എക്സിന് എന്തൊക്കെ വാല്യൂസ് വരുമ്പോഴാണ് വൈന് 1 വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം സപ്പോസ് x4ന് 4 1 വന്നതുകൊണ്ടാണ് വൈക്ക് 1 വന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ x4ന് 1 വന്നിട്ടുണ്ട്, ഇവിടെ വന്നില്ലല്ലോ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ട്രെയിനിങ് ഡേറ്റാ സെറ്റിനകത്ത്, അതായത് ഡേറ്റാ സെറ്റ് നമ്മൾ എടുത്ത ഡേറ്റാ സെറ്റിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വൈക്ക്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൽ പോസ്റ്റ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്ത് പ്രോബ്ലം? ഇൽ പോസ്റ്റ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിന് നമ്മൾ എന്തോരം ഹൈപ്പോത്തിസിസ് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? 2⁴ അല്ല, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 2⁴ ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ് സ്പേസ് വി ഹാവ് ടു ക്രിയേറ്റ്. ഇതിനെയാണ് നമ്മൾ ഇൽ പോസ്റ്റ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ഇവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമ്പിളിലൂടെയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, there are 2⁻d possible ways to write d binary values and therefore with d inputs, എത്ര ഇൻപുട്ട് ഉണ്ടോ, d ഇൻപുട്ട്സ് ആണ് നമ്മൾ ട്രെയിനിങ് സെറ്റിൽ കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ എടുക്കേണ്ട എക്സാമ്പിൾ 2⁻d എക്സാമ്പിൾസ് നമ്മൾ ആ പറയുന്ന ഇൻപുട്ട് എത്രയാണോ ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2⁻d എക്സാമ്പിൾസ് എടുക്കണം. എന്നാൽ കൂടിയും ഓക്കെ, ഈച്ച് ഓഫ് ദിസ് ക്യാൻ ബി ലേബിൾഡ് 0യും 1s ആയിരിക്കും ലേബിൾ ചെയ്യുന്നത്. ബൈനറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡി ഇൻപുട്ട്സുകൾക്ക് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2⁻d ആണ് എന്നുണ്ടെങ്കിലും we have to find out 2⁻d different functions in order to classify our input values. Okay, and to
and if we want to generate an output for this d input values, we have to consider 2 raised to 2 raised to d possible boolean functions. Okay, അപ്പം ഇത്രയും നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഡേറ്റ സെറ്റുകൾ, ഇത്രയും നമ്പർ ഓഫ് ട്രെയിനിങ് ഡേറ്റാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ അനലൈസിങ്, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന എക്സാമ്പിളിൽ നിന്നും ഞാൻ ഇതിൽ നിന്നൊരു ക്യാപിറ്റൽ N എക്സാമ്പിൾസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ശരിക്കും സഫിഷ്യൻ്റ് അല്ല, ഇതിൽ ഒരുപാട് കണ്ടൻറ്റ് വേണം. ഇത് നമ്മൾ ആകെ എഴുതിയിരിക്കുന്നത് 4 ഇൻപുട്ട്, ഫോർ എക്സാമ്പിൾ ഇത് 4 ഇൻപുട്ട് ആണെന്നിരിക്കട്ടെ, ഞാൻ ആകെ 16 മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. വി നീഡ് 2 raised to 2 raised to 4 എന്ന് പറയുന്ന കോമ്പിനേഷൻസ് ആണ് വേണ്ടത്. ബട്ട് ഇതിനകത്ത് അത്രയും ഇല്ല, ആകെ 2 raised to 4 കോമ്പിനേഷൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പം ആഫ്റ്റർ അനലൈസിങ് ഒരു N എക്സാമ്പിൾസ് ഇതിൽ നിന്നും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റിമൈനിങ് എക്സാമ്പിൾ നോക്കുക. N എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ടോട്ടൽ 2 raised to 2 raised to d ആയിരുന്നു. ആ 2 raised to 2 raised to d യിൽ നിന്ന് ഞാൻ N എന്ന് പറയുന്ന നമ്പേഴ്സുള്ള ഫങ്ഷൻസ് ഞാൻ എടുത്തു. ആക്ച്വലി ഈ എന്നിനെ എടുത്ത് വെച്ചിട്ട് ഈ N മാത്രം ഒറ്റയ്ക്ക് ഈ പറയുന്ന കറസ്പോണ്ടിങ് പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല N എക്സാമ്പിൾസ് വെച്ചിട്ട്. ഓക്കെ, ഇനി 2 raised to d മൈനസ് N ബാക്കി കിടക്കുന്ന ആളിൽ നിന്നും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഫ്റ്റർ അനലൈസിങ് N എക്സാമ്പിൾ കേസസ്, there remains 2 raised to 2 raised to d minus N possible ill-posed problems. That means with the remaining 2 raised to 2 raised to d minus N possible training examples, it is not sufficient. Actually, it is not sufficient for our problem to get solved. The above problem is an example of an ill-posed problem where the data by itself is not sufficient to find a unique solution. ഒരു കറക്റ്റ് സൊല്യൂഷൻ ഓരോ ആൾക്ക് വേണ്ടിയിട്ടും ഓരോ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ ഇക്വേഷനും ഓരോ സൊല്യൂഷനാണ് അവർ ഫോം ചെയ്തിരുന്നത്. ഓരോ ആൾക്കും ഓരോ ഇക്വേഷൻ. ഈ പറയുന്ന 0 0 1 ആണെങ്കിൽ 1 എന്ന് പറയുന്ന ഇക്വേഷൻ, 0 1 0 1 കോമ്പിനേഷനാണ് കൊടുക്കുന്നതെങ്കിൽ 0 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കണം. അപ്പം ഈ പറയുന്ന 4 ഡിഫറെൻറ്റ് ഇൻപുട്ട് വേരിയബിൾസിനും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കൊടുത്തിരുന്നത്. സോ ബാക്കി നമുക്ക് ഈ കിടക്കുന്ന കുറച്ച് ഭാഗം എടുത്ത് ഡേറ്റ സെറ്റ്സിൽ നിന്നുള്ള ഡേറ്റ സാമ്പിൾസ് ഞാൻ എടുക്കുന്നത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ ചില പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഇൽ-പോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും വലിയൊരു ഡേറ്റ സെറ്റ് നമ്മൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ സെറ്റുകൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയും. അപ്പം നമ്മൾ എങ്ങനെ പോയാലും വി ഹാവ് ടു അസ്യൂം സംതിങ് in order to solve our problem. നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സമയങ്ങളിൽ നമ്മൾ അസംഷൻസ് നടത്തേണ്ടി വരും. ഈ അസംഷൻസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ബയാസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് പ്രോബ്ലം എടുത്താലും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ്, ശരിക്കും കുറേ ഹൈപ്പോത്തിസിസുകളിൽ നിന്നും നമ്മൾ അസ്യൂം ചെയ്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് അവിടെ ഒരു അസംഷനാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോബ്ലം നമ്മൾ സോൾവ് എടുക്കാൻ പോയാലും വി ഹാവ് ടു അസ്യൂം സംഹൗ. ഓക്കെ, see it. Thus, learning is not possible without inductive bias. The inductive bias of a learning algorithm is the set of assumptions that the learner uses to predict the outputs of given inputs that it has not encountered. നമ്മൾ ട്രെയിനിങ് ഡേറ്റ സെറ്റ്സ് വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ് ഡേറ്റ സെറ്റ്സുകൾ വെച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ്, ആ പറയുന്ന ട്രെയിനിങ് സെറ്റിന് ബെറ്റർ ആയിട്ടുള്ളൊരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഫോം ചെയ്യുന്നു. ബട്ട് ഈ പറയുന്ന ശരിക്കും ഇത് നമ്മൾ അസംഷനാണ്. അതായത് നമ്മളൊരു പുതിയ ടെസ്റ്റ് ഡേറ്റ ഇട്ട് കൊടുത്ത് കഴിയുമ്പം വർക്കാവോ ഇല്ലെന്ന് നമുക്കറിയില്ല. ബട്ട് എനിവേസ് ട്രെയിൻഡ് ഡേറ്റാസ് നമ്മൾ ട്രെയിനിങ് നടത്തിയ സമയത്ത് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. So, thus learning is not possible without inductive bias. Inductive bias of a learning algorithm is the set of assumptions that the learner uses.
Okay, to predict the outputs of given input that it has not encountered it. So, now the question is, ഇപ്പം നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്യണമല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ടുള്ള അസംഷൻ കണ്ടുപിടിക്കാം, അതായത് കറക്റ്റായിട്ടുള്ള ബയാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നൗ ദ ക്വസ്റ്റൻ ഇസ് ഹൗ ടു ചൂസ് ദി റൈറ്റ് ബയാസ്. ഇവിടെയാണ് നമ്മുടെ മോഡൽ സെലക്ഷൻ എന്ന് പറയുന്ന ആളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ടോപ്പിക്ക് മോഡൽ സെലക്ഷൻ ആൻഡ് generalization എന്നാണ്. സോ ഹിയർ കംസ് അവർ മോഡൽ സെലക്ഷൻ. വാട്ട് ഈസ് മോഡൽ സെലക്ഷൻ? Model selection is the process of selecting one final machine learning model. Model selection is the process of selecting one final machine learning model from among a collection of candidate machine learning models for training data sets. എന്താണ്, ഒന്നുമില്ല, നമ്മളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വി ആർ ട്രൈയിങ് ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസ്. പല ഹൈപ്പോത്തസിസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ആ ഹൈപ്പോത്തസിസ്, അതായത് ക്യാപിറ്റൽ എച്ചിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ബട്ട് വി വിൽ ചൂസ് ദാറ്റ് ഹൈപ്പോത്തസിസ് വിച്ച് സോൾവ്സ് അവർ പ്രോബ്ലം വെരി ആക്യുറേറ്റ്ലി. ഓക്കെ, ആക്യുറേറ്റ്ലി ഇൻ ദ സെൻസ് അതിനകത്ത് കിടക്കുന്നതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഹൈപ്പോത്തസിസ് നമ്മൾ എടുക്കും. അതിനെയാണ് നമ്മൾ മോഡൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, so now the question is how to choose the right bias. So right bias is selecting with the help of a model selection. That means our final machine learning model, we are selecting our final machine learning or final hypothesis from a collection of candidate machine learning models. That means from the collection of candidate hypothesis for a training data set. We have to find out the suitable hypothesis H from capital H. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ മോഡലൊക്കെ എടുത്തു വെച്ചു, മോഡൽ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ മോഡൽ വെച്ചിട്ട് നമുക്ക് എത്ര നന്നായിട്ട്, ഇപ്പം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞു, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് മോഡൽ സെറ്റ് ചെയ്തു, എന്നിട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുക്കുവാണ്, ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുക മോഡലിനെ. അപ്പോൾ എനിക്കിത് നമ്മുടെ സെലക്ട് ചെയ്ത ഈ പറയുന്ന ഹൈപ്പോത്തസിസ് വെച്ചിട്ട് പുതിയ ഒരു ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ എന്തോരം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ജനറലൈസേഷൻ ഏത് ഭാഗത്താണ് വരുന്നത്? ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു അസംഷനാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ ഇനി ടെസ്റ്റിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡേറ്റാസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോരം നന്നായിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രഡിക്ഷനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. How well a model trained on a training set, okay, how well a model is trained on a training set predicts, നന്നായിട്ട് ട്രെയിനിങ് സമയത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്ത ഒരു മോഡലിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. predicts the right output for new instance. പുതിയ ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്ന തരത്തിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത മോഡൽ എന്തോരം നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഹൗ വെൽ എ മോഡൽ ട്രെയിൻഡ് ഓൺ എ ട്രെയിനിങ് സെറ്റിൽ നന്നായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഒരു മോഡൽ ഒരു പുതിയ ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പുതിയൊരു ഔട്ട്പുട്ട്, അതായത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന എന്തോരം നന്നായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. സോ നെക്സ്റ്റ് വൺ ഇസ് കൺസിഡർ 2 എക്സാമ്പിൾ. ഇപ്പോൾ ഇത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് 2 ടേംസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എന്താണ് ബയസ് എന്നും എന്താണ് വേരിയൻസ് എന്നും പറഞ്ഞിട്ട് 2 ടേം നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന ജനറലൈസേഷനിൽ വരുന്ന അല്ലെങ്കിൽ മോഡൽ ആൻഡ് ജനറലൈസേഷൻ എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ് അണ്ടർഫിറ്റിങ്ങും ഓവർഫിറ്റിങ്ങും. യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒരു തവണ കംപ്ലീറ്റ് മോഡൽ സെലക്ഷൻ ആൻഡ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ ക്വസ്റ്റ്യനും ചോദിച്ചു. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ അണ്ടർഫിറ്റിംഗ് ആൻഡ് ഓവർഫിറ്റിംഗ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചു. Consider 2 examples for regression and classification. റിഗ്രഷനും ക്ലാസിഫിക്കേഷനും വേണ്ടിയിട്ട് ഞാൻ 2 എക്സാമ്പിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് ഓവർഫിറ്റിങ്ങും അണ്ടർഫിറ്റിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാം. റിഗ്രഷൻ എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഇൻ ദിസ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് പോളിനോമിയൽ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പോളിനോമിയൽ ലീനിയർ റിഗ്രഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ലീനിയർ അല്ല, പോളിനോമിയൽ ലീനിയർ റിഗ്രഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു പ്രൈസ് വാല്യൂം എക്സ് ആക്സിസിനകത്ത് സൈസും പിന്നെ അതിൻ്റെ പ്രൈസ്, അതായത് ഹൗസിൻ്റെ പ്രൈസ്
പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു റിഗ്രഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എക്സ് ആക്സിസിനകത്ത് സൈസും വൈ ആക്സിസിനകത്ത് പ്രൈസും. അപ്പം നമ്മുടെ ഇൻപുട്ട് ഡേറ്റാസാണ് ഈ ഞാൻ ക്രോസ് ചെയ്തിരിക്കുന്ന റെഡ് മാർക്സുകൾ ഇൻപുട്സുകളാണ്. ഓക്കെ, അതായത് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും ഡേറ്റാ സെറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു പോളിനോമിയൽ ലീനിയർ റിഗ്രഷൻ വരച്ചു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ലീനിയർ റിഗ്രഷൻ. ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. നോക്ക്, ഇത് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും നമുക്ക് എറർ വരുന്നുണ്ട് അല്ലേ? കറക്റ്റായിട്ടാണോ ഞാൻ ഹൈപ്പോത്തിസിസ് ചെയ്തിരിക്കുന്നത്? അല്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ലീനിയർ ഹൈപ്പോത്തിസിസ് റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തു. ഇത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പോലും എറർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ സംഭവം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്താലോ അപ്പോഴും കൂടുതലായിട്ടുള്ള എറർ കാണിക്കില്ലേ? അപ്പോൾ ടെസ്റ്റ് സമയത്ത് നമുക്ക് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ബയാസ് എന്ന് വിളിക്കുന്നത്. ബയാസ്. ഓക്കെ, ബട്ട് ട്രെയിനിങ് സമയത്ത് വരുന്ന നമ്മുടെ എററിനെയാണ് വേരിയൻസ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ടെസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന, നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ആ ട്രെയിനിങ് സമയത്ത് പോലും ആ പറയുന്ന മോഡൽ ഈസ് ജനറേറ്റിംഗ് ഹൈ എറർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹൈ ബയാസ് എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, അതേസമയം ട്രെയിനിങ് സമയത്താണ് നമ്മുടെ എറർ ഫോം ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എറർ കൂടുതലാണെങ്കിൽ ഹൈ വേരിയൻസ് എന്നും എറർ കുറവാണെങ്കിൽ ലോ വേരിയൻസ് എന്നും വിളിക്കും ഡ്യൂറിങ് ദി ടെസ്റ്റ് ടൈം. ഓക്കെ, ടെസ്റ്റ് ടൈമിൽ നമ്മൾ വിളിക്കുന്നത് വേരിയൻസ് എന്നും ട്രെയിനിങ് സമയത്ത് നമ്മൾ വിളിക്കുന്നത് ബയാസ് എന്നുമാണ്. സി ഹിയർ, ബയാസ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് മെയ്ഡ് ബൈ എ മോഡൽ ടു മേക്ക് എ ഫങ്ഷൻ ഈസിയർ ടു ലേൺ. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ മോഡലിനെ, നമ്മുടെ ഡേറ്റാ സെറ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് വരയ്ക്കുന്നു. അതായത് അസംഷനിലൂടെയാണ് നമ്മൾ ആ പറയുന്ന ബയാസ് വരച്ചത്. അപ്പോൾ ട്രെയിനിങ്ങിൽ വരുന്ന നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എത്ര നന്നായിട്ട് ട്രെയിനിങ്ങിൽ ബിഹേവ് ചെയ്യുന്നു, അതാണ് നമ്മൾ ബയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ട്രെയിൻ യുവർ ഡേറ്റ ഓൺ ട്രെയിനിങ് ട്രെയിനിങ് ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസിനെ കംപ്ലീറ്റ്, അതായത് ട്രെയിൻ ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാ സെറ്റ്, നമുക്ക് അവൈലബിൾ ആയ ഡേറ്റാ സെറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയ സമയത്ത് അത് നമുക്ക് കിട്ടിയത് ആ സമയത്ത് നമുക്ക് കിട്ടിയത് ലോ എററാണ്. ലോ എറർ എന്ന് പറഞ്ഞാൽ ലോ ബയാസ് ആണ് നമുക്ക് കിട്ടിയത്. ലോ ബയാസ് ആണ് കിട്ടിയത്. അപ്പോൾ ചേഞ്ചിങ് ദ ഡേറ്റ, ബട്ട് ഞാനിനി ആ പറയുന്ന സെയിം മോഡലിനകത്തേക്ക് പുതിയ ഡേറ്റ ഇട്ട് കൊടുത്താൽ, പുതിയ ഇൻപുട്ട് ഡേറ്റ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ആ പറയുന്ന മോഡൽ ഔട്ട്പുട്ട് ചെയ്യുന്നത് ഹൈ എറർ ആയിരിക്കും, അതായത് ഹൈ വേരിയൻസ് ആണെന്ന് പറയാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രെയിൻ ചെയ്തപ്പോൾ നല്ലതുപോലെ കിട്ടിയ സംഭവം ട്രെയിൻ ചെയ്യുമ്പോൾ, അതായത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വേഴ്സ്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ളത് എററിനെ നമ്മൾ വേരിയൻസ് എന്നും ട്രെയിൻ ചെയ്യുന്ന സമയത്തുള്ള എററിനെ നമ്മൾ ബയസ് എന്നും സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇതെന്ന് പറയുന്ന ആദ്യത്തെ പ്രൈസ്. ഓക്കെ, ആദ്യത്തെ പിക്ചർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഹൈ ബയാസ് ആണെങ്കിലും ഹൈ ബയാസും ഈ പറയുന്ന സെയിം മോഡലിനെ നമ്മൾ ടെസ്റ്റിന് കൊടുക്കുമ്പോഴും ഹൈ എറർ കിട്ടും. അപ്പോൾ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? എററാണെങ്കിൽ ഹൈ വേരിയൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പറയുന്ന സംഭവം ഹൈ ബയാസും ഹൈ വേരിയൻസും ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അണ്ടർഫിറ്റിംഗ്. എന്താണ് അണ്ടർഫിറ്റിംഗ്? അതായത് നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റ്, നമ്മൾ ഡേറ്റാ സെറ്റിനെ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റാ സെറ്റിനെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ കൊടുത്തില്ല. അത് കാരണമാണ് ഈ പറയുന്ന അണ്ടർഫിറ്റിംഗ് എന്ന് പറയുന്ന കേസ് ഉണ്ടായത്. അപ്പോൾ അണ്ടർഫിറ്റിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ബയാസും ഹൈ വേരിയൻസ്, അതായത് ട്രെയിനിങ് സമയത്തും എറർ ഉണ്ടായിരിക്കും, ഹൈ എറർ ആയിരിക്കും, അതുപോലെ തന്നെ ടെസ്റ്റ് ടൈമിലും ഹൈ എറർ ആയിരിക്കും. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് കംസ് ഹിയർ. സീ ഹിയർ, ഇവിടെ നമ്മുടെ ടെസ്റ്റ് ഡേറ്റാസിന് കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിങ് ഡേറ്റാസ് നമ്മൾ കൊടുത്തതിന് മാക്സിമം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തിരിക്കുന്നു. ഇത് ഡിഗ്രി 2 പോളിനോമിയൽ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ
ഇതിനകത്തൊരു കർവ് പോലെയാണ് നമുക്ക് ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് നമ്മൾ ട്രെയിനിങ്ങിന് കൊടുത്ത സമയത്ത് ലോ എറർ ആയിരുന്നു, ദാറ്റ് മീൻസ് ലോ ബയാസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടാമത് കൊടുക്കുമ്പോൾ ആ സമയത്തും നമുക്ക് എന്ത് കിട്ടുന്നു? ലോ എറർ, ദാറ്റ് മീൻസ് ലോ വേരിയൻസ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന ഹൈപ്പോത്തിസിസ്, അതായത് പോളിനോമിയൽ 3 ലീനിയർ റിഗ്രഷനാണ് നമ്മൾ, ഡിഗ്രി പോളിനോമിയൽ 3 ആയിട്ടുള്ള ഒരു ലീനിയർ റിഗ്രഷനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് മാക്സിമം എല്ലാ പോയിൻറ്റ്സിൽ കൂടിയും കടന്നു പോകുന്ന രീതിയിലുള്ളൊരു ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ, അതായത് വെരി ലെസ് ബയസ് ആയിരിക്കും, വെരി ലോ ബയസ് ആയിരിക്കും. ഓക്കെ, എറർ ഒന്നും അധികം കിട്ടുന്നില്ല. ബട്ട് ഈ പറയുന്ന മോഡലിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ, ചില സമയത്ത് ഇത് വേഴ്സ്റ്റായിട്ട് ബിഹേവ് ചെയ്യും. ഹൈ വേരിയൻസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, അതായത് ഹൈ എറർ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ഡേറ്റാസിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ആ പറയുന്ന പോയിൻറ്റ്സിൽ കൂടി കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തു. അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, കൂടുതൽ നന്നാവാനും പാടില്ല, കൂടുതൽ ചീത്തയാകാനും പാടില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ചീത്തയായി കഴിഞ്ഞാൽ അതിനെ ഹൈ ബയാസും ഹൈ വേരിയൻസ് എന്നും ആകും, അതിനെ നമ്മൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് വിളിക്കും. കൂടുതൽ നന്നാകാൻ പോയാൽ എന്ത് പറ്റും? ലോ ബയാസും ഹൈ വേരിയൻസ് ആയിരിക്കും, അതിനെ നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഏറ്റവും നല്ലത് എന്താ? അതിൻ്റെ ഇടയിൽ നിൽക്കുക, അതായത് ലോ ബയാസും ലോ വേരിയൻസ് ആയിട്ട് നിൽക്കുക.